ബിൻസി ആണ് ട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുർത്തീസിന്റെ കളക്ഷൻസ് തന്നെയാണ്. മൂന്ന് ഡിഫറെന്റ് പാറ്റേണിൽ വരുന്ന കുർത്തീസ് ആണ് ട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. മൂന്നും നല്ല ഭംഗിയായിട്ട് വരുന്ന കുർത്തീസ് ആണ്. ക്രിസ്മസ് കളക്ഷൻ ആയിട്ട് വെയർ ചെയ്യാൻ പാകത്തിനുള്ള കുർത്തിയല്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുർത്തീസ് കാണാം നമുക്ക് ഓരോന്നായിട്ട്. അതിന് മുന്നേ തന്നെ നമ്മുടെ ഇന്നത്തെ ഓർഡേഴ്സ് നമ്മൾ വാട്സാപ്പ് ത്രൂ വെബ്സൈറ്റ് ത്രൂ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വരുന്നത് ഏത് രീതിയിലാണോ ആ രീതിയിൽ പർച്ചേസ് ചെയ്യാവുന്ന കേട്ടോ. നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ആണ് ഈസി ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല വാട്സപ്പ് ത്രൂ ആണ് പർച്ചേസ് ചെയ്യാൻ ഈസി അങ്ങനെ ചെയ്യട്ടെ. വാട്സപ്പ് ത്രൂ ആണെങ്കിൽ ഇഷ്ടപ്പെട്ട ഐറ്റത്തിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, സൈസും സ്ഥലവും കൂടി ഒരുമിച്ച് തന്നെ വാട്സപ്പിലേക്ക് അയച്ചു തരാം കേട്ടോ. എല്ലാം നമ്മുടെ ഈ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് ഗിവ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒക്ടോബറിലെ വിന്നേഴ്സിനെയാണ് നമ്മൾ പെൻഡിങ് ആക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എടുക്കുന്നത് ഒക്ടോബറിലെ വിന്നേഴ്സിനെയാണ്. നവംബറിലെ വിന്നേഴ്സിനെ നമ്മൾ ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ ആയിരിക്കും കേട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഗിവ് കാര്യത്തിൽ ചെറിയൊരു ഡിഫറൻസ് വരുത്തുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇത് ഡിസംബറായി ക്രിസ്മസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സ്പെഷ്യലായിട്ടാണ് ഗിവ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്ന രീതി എടുക്കുന്നത്. അപ്പോൾ ഈ ഡിസംബറിലെ ഗിവ് വരുന്നത് ഇന്ന് തൊട്ടാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിലും ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കാം, വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാം, നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കോ ഒക്കെ ഷെയർ ചെയ്യാം. അല്ല ഇനിയിപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അത് 24 hours ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നമ്മൾ ഗിവ് എവേയുടെ ഒരു വാട്സപ്പ് നമ്പർ സെപ്പറേറ്റ് ആയിട്ട് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ടുകൾ സെൻഡ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ബോക്സിൻ്റെ ആ ഒരു രീതി നമ്മളിപ്പോൾ നിർത്തുവാണ്. കമൻറ്റ് ബോക്സിലേക്ക് കമൻറ്റ് ചെയ്യുന്ന രീതിയിലല്ല കേട്ടോ ഇനി ഗിവ് എവേ വരുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഗിവ് എവേ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഷെയറിംഗ് ആണ്. അതായത് നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ പേജുകളിലേക്ക്, ഒന്നെങ്കിൽ ഫേസ്ബുക്ക് പേജുകളിലേക്ക്, അതല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക്, അതല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഒക്കെ ഷെയർ ചെയ്യുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലും ഷെയർ ചെയ്യാം കേട്ടോ. അത് ഇന്നൊരു രീതിയിൽ തന്നെ എന്നില്ല, ഏത് രീതിയിലും നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം എല്ലാവർക്കും എല്ലാ രീതിയും എളുപ്പമായിരിക്കണമെന്നില്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന എല്ലാവരും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അവർ നമ്മുടെ യൂട്യൂബിലെ വീഡിയോസ് അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ വീഡിയോസ് അത് നിങ്ങളുടെ പേജുകളിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളിലേക്കോ ആക്കി ഷെയർ ചെയ്യുക കേട്ടോ. അത് മാത്രമാണ് ഈ പ്രാവശ്യത്തെ, അതായത് ഈ ഡിസംബറിലെ ഗിവേയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നതാണ്. എന്താണെങ്കിലും ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഗിവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി സമയം കളയാതെ നമുക്ക് കുർത്തീസ് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. സിമ്പിളാണ്, നല്ല സ്റ്റൈലായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോൾ ജോർജറ്റിലാണ് വന്നിരിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ലാവൻഡറാണ്. നെക്ക് വരുമ്പോഴത്തേക്കും ഒരു UV പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ യോക്ക് പോർഷനിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന മെഷ് എംബ്രോയിഡറി ആണ് കേട്ടോ ശരിക്കുന്നത്. ഇത് ഒരുപാട് ഇങ്ങനെ കട്ട് ബീഡ്സും മിറേഴ്സും ഒന്നുമല്ല, മെഷ് എംബ്രോയിഡറി ആണ് ശരിക്കുന്നത്. ഒരു ബോക്സ് പാറ്റേണിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. മെഷ് എംബ്രോയിഡറിയുടെ ഈ ഹൈലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് കുഞ്ഞു സീക്വൻസ് വർക്ക്, ലൈറ്റ് ആയിട്ട് വരുന്ന സീക്വൻസ് വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു പാറ്റേൺ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വൺ സൈഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ ഒരു ജസ്റ്റ് ഒരു ഡോറി പാറ്റേൺ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. ആ ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിളാണ് എന്നാൽ നല്ല സ്റ്റൈലായിട്ട് തന്നെ വെയർ ചെയ്യാൻ പാകത്തിന് ഉള്ള കുർത്തിയാണ് കേട്ടോ. താഴേക്ക് വരുമ്പോഴത്തേക്കും എലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇൻസൈഡ് പോർഷനിൽ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് 3/4 ആട്ടോ. സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന കുർത്തിയാണ്. ഇങ്ങനെ വരും കേട്ടോ. ഇതാണ് നെക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ അംഗ്രഹ പാറ്റേണിലൊക്കെ വരുന്ന നെക്കില്ലേ, ആ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ നെക്ക് വർക്ക് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന കളറാണ് കേട്ടോ ലാവൻഡർ. കാരണം നമ്മൾ എപ്പോൾ കൊണ്ടുവന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ ആദ്യം തീരുന്നത് ലാവൻഡർ കളറായിരിക്കും. അപ്പോൾ ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത്യാവശ്യം നല്ല ഫ്ലെയറിലൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഇതുപോലെയാണ്. സ്ലീവ് വരുമ്പോഴത്തേക്കും 3/4 ആണ്. സ്ലീവ് വിതൗട്ട് ലൈനിങ്. സ്ലീവ് നമ്മളിങ്ങനെ ചേർത്ത് അടിക്കുകയാണെങ്കിൽ ഒരുപാട് സീത്രോ ആവുന്ന രീതിയിലല്ല കേട്ടോ വന്നിരിക്കുന്നത്. ലെങ്ത് വരുമ്പോഴത്തേക്കും 47 ഇഞ്ച് ലെങ്ത് ഉണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തിലുമാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഇതിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം, ലാർജ്, XL, XXL ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 750 ഉണ്ട്, 750. അതും ഇൻസൈഡ് കേരളയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് ഈ കളർ കാണാനായിട്ട്. ഇതിന്റെ അതും ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. മെറ്റീരിയൽ ജോർജറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. നെക്കൊക്കെ ആണെങ്കിലും സെയിം തന്നെയാണ്.
നമ്മുടെ ഈ യോക്ക് പോർഷനിൽ വന്നിരിക്കുന്ന ഈ വർക്ക് ആണെങ്കിലും എല്ലാം സെയിം തന്നെയാണ്. ഈ ഒരു പോർഷനിൽ ചെറിയൊരു ഡോറി പാറ്റേൺ ഒക്കെ ഉണ്ട്. നമുക്ക് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ചെറിയൊരു പാർട്ടി വെയർ ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാൻ പാകത്തിന് തന്നെയാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. താഴേക്ക് ഇലയിലാണ് ഇൻസൈഡ് പോർഷനിൽ ഗ്രേറ്റ് ലൈനിങ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം തന്നെ. അപ്പോൾ അതുപോലെ തന്നെ ലെങ്ത് വരുമ്പോഴത്തേക്കും 47 ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം, ലാർജ് എക്സൽ, ഡബിൾ എക്സലാണ്. റേറ്റ് വന്നിരിക്കുന്നത് 750. അടുത്ത കുർത്തി വന്നിട്ട് ഇതും നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇതിൻ്റെ കളർ വരുമ്പോഴത്തേക്ക് നല്ല ഡാർക്ക് മൗ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളറാണ്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ലൈറ്റായിട്ട് വന്നിരിക്കുന്ന സീക്വൻസ് വർക്ക്, കുഞ്ഞു കുഞ്ഞു പൊടിയായിട്ട് വരുന്ന സീക്വൻസ് വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. താഴേക്ക് ഇലയും തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം, ലാർജ് എക്സൽ, ഡബിൾ എക്സലാണ്. റേറ്റ് വന്നിരിക്കുന്നത് 750. അതും ഇൻസൈഡ് കേരളയിലേക്ക് ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത കുർത്തി വന്നിട്ട് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ക്രിസ്മസ് കളക്ഷൻ ആയിട്ട് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പാകത്തിനാണ്. നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ക്രിസ്മസ് കളക്ഷനായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അതും കോട്ടൺ മെറ്റീരിയലിൽ ഹെക്കോബ ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ. കോട്ടൺ ആണ്, ഹെക്കോബ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കുർത്തിയാണ് കേട്ടോ. കളർ വരുമ്പോഴത്തേക്കും ബേസ് കളർ വൈറ്റ് ആണ്, വൈറ്റിൻ്റെ അകത്ത് ഗ്രീനിൻ്റെയും അതുപോലെ തന്നെ റെഡിൻ്റെ കളറിൽ വന്നിരിക്കുന്ന ചെറിയ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളായിട്ട് ഈ ഡിസൈൻ തന്നെയാണ് പോയിരിക്കുന്നത്. നെക്ക് വരുമ്പോഴത്തേക്കും യൂണിക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു ഹോൾ പാറ്റേൺ ചെയ്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ എ ലൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇൻസൈഡ് പോർഷനിൽ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു ഷോർട്ട് സ്ലീവ് കൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത്. പഫ് സ്ലീവ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന കുർത്തിയാണ്. ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് നെക്ക് വന്നിരിക്കുന്നത്. ഇതാണ് അതിൽ വന്നിരിക്കുന്ന ഡിസൈൻ. ഫുൾ ആ ഒരു ഹെക്കോബ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ ആണെങ്കിൽ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരുപാട് ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കുന്ന ടൈപ്പ് അല്ല വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ എലയിലാണ് വന്നിരിക്കുന്നത്. ഇൻസൈഡ് പോർഷനിൽ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സ്ലീവ് വരുമ്പോൾ ഇതുപോലെയാണ്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 46 ഇഞ്ച് ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. നമുക്കിതൊരു ഫ്രോക്ക് ആയിട്ട് യൂസ് ചെയ്യണം. ഒരു എലൈൻ ഫ്രോക്ക് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതല്ല നമുക്കൊരു ബോട്ടം ഒക്കെ പെയർ ചെയ്തിട്ട് കുർത്തിയായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യട്ടോ. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു കുർത്തി നമുക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം, ലാർജ് എക്സൽ, ഡബിൾ എക്സലാണ്. റേറ്റ് വന്നിരിക്കുന്നത് 850 ആണ്. അതും ഇൻസൈഡ് കേരളയിലേക്ക് ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്തത്. ഇതൊരു ഹെക്കോബ ആയതുകൊണ്ടാണ് കേട്ടോ ഇതിന് റേറ്റ് ഇത്രയും കൂടുതൽ വന്നിരിക്കുന്നത്. നമ്മൾ നോർമലി പ്ലെയിൻ മെറ്റീരിയൽ പോലെയല്ല, ഹെക്കോബയ്ക്ക് ഇപ്പോഴും കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും കേട്ടോ. അടുത്ത കുർത്തി വന്നിട്ട് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും മസ്ലിനാണ്, സെമി മസ്ലിൻ സിൽക്കിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു പിങ്കിൻ്റെ ഒക്കെ കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. പിങ്കിൻ്റെ തന്നെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന കുർത്തിയാണ്. നമുക്ക് റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ ഹൈനെക്കാണ് വന്നിരിക്കുന്നത്. ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഹൈനെക്കാണ് കേട്ടോ. സെൻറ്റർ പോർഷനിൽ ഒരു പടി കൊടുത്തിട്ട് അവിടെ ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കുർത്തി ഫുള്ളായിട്ട് പ്രിന്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. വൺ സൈഡ് പോക്കറ്റ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. സ്ലീവിൻ്റെ എൻ പോർഷനിൽ ചെറിയൊരു പടി സെയിം തന്നെ മെറ്റീരിയൽ വെച്ചിട്ട് ചെറിയൊരു പടി കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്, ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാം. മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ട് വരുന്ന ഹൈനെക്കുള്ള കുർത്തീസൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് ദുപ്പട്ട ഒന്നും ഇല്ലെങ്കിലും നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഓഫീസ് വെയറൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. താഴേക്ക് ഇതുപോലെ സെൻറ്ററിലെ പടി വന്നിട്ട് ഫ്രണ്ട് പോർഷനിലും ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡിലും ഇതുപോലെ തന്നെ സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ്. വൺ സൈഡ് പോക്കറ്റ് ഉണ്ട്. സ്ലീവ് വരുമ്പോൾ ഇതുപോലെയാണ്. ബാക്ക് സൈഡും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതുപോലെയായിട്ട് ലെങ്ത് വരുമ്പോഴത്തേക്കും ഒരു 46 ഇഞ്ചിലാണ് ലെങ്ത് വന്നിരിക്കുന്നത്. അത്യാവശ്യം ലെങ്തോടുകൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ ലാർജ് എക്സൽ, ഡബിൾ എക്സൽ, 3XL ആണ്. ഇതിൻ്റെ അകത്ത് മീഡിയം ഇല്ല, ലാർജ് തൊട്ട് 3XL വരെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 699 ആണ്. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ തന്നെ കളർ ചേഞ്ച് ഉണ്ട് കാണിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്കും ഗ്രീൻ തന്നെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത്. ലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഫോയിൽ പ്രിന്റ് കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്ക് വരുമ്പോഴത്തേക്കും ഹൈനെക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ സെയിം തന്നെയാണ് കേട്ടോ. സെൻറ്ററിൽ ഇതുപോലെ പടി കൊടുത്തിട്ട്
ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലും സ്ലിറ്റ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സൈഡ് സ്ലിറ്റും കൊടുത്തിട്ടുണ്ട്. വിത്ത് ലൈനിങ് ആണ്. വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. ഫീച്ചേഴ്സ് നമ്മൾ ആദ്യം പറഞ്ഞിട്ട് സെയിം തന്നെയാണ്. ഇതിൻ്റെ കളറിലും പ്രിൻറ്റിലും മാത്രമാണ്, പ്രിൻറ്റ് സെയിം തന്നെയാണ്, കളറിലും മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. ഗ്രീൻ്റെ തന്നെ ഡാർക്ക് ആൻഡ് ലൈറ്റും ലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ബ്ലൂ ഷെയ്ഡ് കൂടി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. 46 ഇഞ്ച് ലെങ്ത്തിലാണ് കുർത്തി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് XL, XXL, 3XL ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 699 ആണ് കേട്ടോ. അത് ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കുർത്തീസ് എല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ള കുർത്തീസ് ആയിരുന്നു. ഫസ്റ്റ് കാണിച്ചത് ജോർജറ്റ് മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. 3 ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സിലാണ് കേട്ടോ. 3 കളേഴ്സും നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന കളേഴ്സാണ്. അതിൻ്റെ കൂടെ തന്നെ കാണിച്ചത് നമുക്ക് ക്രിസ്മസ് വെയർ ആയിട്ട് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പാകത്തിനുള്ള കുർത്തിയായിരുന്നു. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഈ സെയിം പാറ്റേൺ, ഈ 3 കുർത്തീസും നല്ല ഭംഗിയാണ്. 3ഉം ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന കുർത്തീസാണ് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി സമയങ്ങളിൽ നമുക്ക് ഗിവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഗിവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം കേട്ടോ. ഇത് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒക്ടോബർ മാസത്തെ വിന്നേഴ്സിനെയാണ്. നവംബറിലെ അല്ല, ഒക്ടോബറിലെ വിന്നേഴ്സിനെയാണ്. നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയിട്ട് നമ്മൾ ആ ഒരു വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഒക്ടോബർ മാസത്തെ വിന്നേഴ്സിനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എടുക്കുന്നത് അതാണ്. നവംബറിലെ വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ വീക്ക് ലാസ്റ്റ്, അത് ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ ആണ് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒക്ടോബറിലെയാണ്. അപ്പോൾ ഇതുവരെ വെയിറ്റ് ചെയ്ത് എല്ലാവരോടും ഒരു സോറി ചോദിക്കുകയാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഡിലേ വന്നു, ഒരു 1 മന്തോളം ഡിലേ വന്നിട്ടുണ്ട്. ഒരുപാട് സോറി. അതുപോലെ തന്നെ നമ്മുടെ ഇത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇനിയും അടുത്ത ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഡിസംബർ മാസത്തെ ഗിവ് അവേ. അതിൻ്റെ അത് നമ്മൾ ഷെയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ നമ്മൾ ഇൻട്രോയിൽ തന്നെ ഇതിൻ്റെ പുതിയ ഗിവ് അവേയുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. കമൻറ്റ് അല്ല കേട്ടോ, നമ്മൾ ഷെയറിംഗ് ആണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഏതൊരു പ്ലാറ്റ്ഫോമിലേക്ക് വേണമെങ്കിലും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഷെയർ ചെയ്യുന്നവരിൽ നിന്നാണ് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എന്താണെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു സർപ്രൈസ് എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിന്നേഴ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് യൂട്യൂബിൽ വരുന്ന വിന്നേഴ്സിനെയാണ്. യൂട്യൂബിൽ കമൻറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ബിന്നി മോളാണ്, ബിന്നി മോൾ. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ഫേസ്ബുക്കിലെ കമൻറ്റിൽ നിന്ന് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം കേട്ടോ. അടുത്തത് ഫേസ്ബുക്കാണ് കേട്ടോ. ഈ പ്രാവശ്യം ഒക്ടോബറിൽ കമൻറ്റ്സ് വളരെ കുറവായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഫേസ്ബുക്കിൽ. യൂട്യൂബിലായിരുന്നു ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫേസ്ബുക്കിൽ വന്നിരിക്കുന്നത് വത്സമ്മ ഷാജിയാണ്, വത്സമ്മ ഷാജി. അപ്പോൾ 2 വിന്നേഴ്സിനും കൺഗ്രാറ്റുലേഷൻസ്. അടുത്തത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലെ വിന്നറിനെ സെലക്ട് ചെയ്യാം. അടുത്തത് ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ കമൻറ്റ്സ് കുറവായിരുന്നു. അപ്പോൾ എല്ലാ ഒരു കാര്യം പറയട്ടെ, നമ്മൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇന്നിടുന്ന വീഡിയോയുടെ കമൻറ്റ് ഒരു 24 hours വരെ നിങ്ങൾക്ക് കമൻറ്റ് ഇടാവുന്നതാണ്. അതിനുശേഷം പിന്നെ കമൻറ്റ് ആ ഒരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ നമ്മളത് വിട്ടു, കാരണം നമ്മൾ അതാത് ദിവസത്തെ അപ്ഡേറ്റ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഇന്നിടുന്ന വീഡിയോയുടെ നിങ്ങൾ മാക്സിമം നാളെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ടൈം വരെ, അതല്ലെങ്കിൽ നാളെ വൈകുന്നേരം വരെ ഉള്ള രീതിയിൽ ഇട്ടാൽ മതി കേട്ടോ. ഒരു ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നമ്മളതിൻ്റെ അപ്ഡേഷൻ പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ അതാത് ദിവസം മാക്സിമം ഇടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഷീന രാജേന്ദ്രൻ ആണ് കേട്ടോ ഇൻസ്റ്റാഗ്രാമിലെ വിന്നർ. ഇതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഗിവ് അവേയിലെ വിന്നേഴ്സിനെ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ഈ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് പേഴ്സണലി പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് ഏത് നമ്മൾ കുർത്തീസാണ് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത്, അപ്പോൾ ഏത് സൈസിലാണ് വേണ്ടത്, നിങ്ങളുടെ അഡ്രസ്സ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം പറയണം കേട്ടോ. അപ്പോൾ 3 പേർക്കും കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇനിയുള്ള ഗിവ് അവേയിലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വിന്നേഴ്സ് ആവുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ.